പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ രാത്രിയിലും പുലർച്ചെയുമായി ഇറാൻ വ്യാപക ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. മിനിസ്ട്രീസ് കോംപ്ലക്സ്, പവർ പ്ലാന്റുകൾ, ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾ, ഷുവൈബ എണ്ണ മേഖല എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സലീം കോട്ടയിൽ വിശദാംശങ്ങൾ നൽകും. സലീം, കുവൈത്തിൽ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഇറാൻ നടത്തി എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കുവൈത്ത് മന്ത്രാലയങ്ങൾ ഔദ്യോഗികമായി ഈ ആക്രമണങ്ങളെക്കുറിച്ച് എന്ത് സ്ഥിരീകരണമാണ് നൽകുന്നത്? കാര്യമായ നാശനഷ്ടങ്ങൾ ഈ ആക്രമണത്തിലുണ്ടായതായി വിവരങ്ങളുണ്ടോ സലീം? സേഫ്, കുവൈത്തിൽ ഇന്ന് പുലർച്ചെയും രാത്രിയുമായി വ്യാപക ആക്രമണ ശ്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണ ശ്രമങ്ങളാണ് തുടരുന്നത്. കുവൈറ്റ് സിറ്റിയിലെ മിനിസ്ട്രീസ് കോംപ്ലക്സ് കെട്ടിടത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തെ തുടർന്ന് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം പവർ പ്ലാന്റുകളും ജലശുദ്ധീകരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട ആക്രമണത്തിൽ 2 വൈദ്യുത യൂണിറ്റുകൾ പ്രവർത്തനരഹിതമായിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രാലയം അധികൃതർ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഷുവൈക്ക് എണ്ണ മേഖലാ സമുച്ചയത്തിലും ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അടിയന്തര സംഘങ്ങളും അഗ്നിശമന സേനയും സ്ഥലങ്ങളിൽ ഇടപെട്ട് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സേഫ്. ശരി, സലീം കോട്ടയിലാണ് വിശദാംശങ്ങൾ നൽകിയത്. പോയ രാത്രിയിൽ വലിയ ആക്രമണങ്ങൾ കുവൈത്തിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയെന്ന് ഔദ്യോഗികമായി തന്നെ കുവൈത്ത് മന്ത്രാലയങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് സലീം കോട്ടയിൽ നൽകിയത്.